ഹലോ ഗൈസ്, എല്ലാവർക്കും എന്നാണ് വിശേഷമൊക്കെ? അപ്പോൾ തമ്പനയിലിൽ കണ്ട പോലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 10 മാജിക്കൽ ഡ്രിങ്ക്സ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു റെഡ്യൂസ് യുവർ ബെല്ലി ഫാറ്റ്, നമ്മുടെ ഓവറോൾ ബോഡി ഫാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയുള്ള 10 മാജിക്കൽ ഡ്രിങ്ക്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാം. എൻ്റെ പേര് ജ്യോതി, ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്, അതുപോലെ തന്നെ സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റ് കൂടിയാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 10 ഡ്രിങ്ക്സും സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഡ്രിങ്ക്സ് ആണ്. അതിനകത്ത് എല്ലാം ഒരേ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അത് ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് പറ്റിച്ചിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്നും കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നട്ട്മഗ് വാട്ടർ എന്നാണ്. നമ്മുടെ ജാതിക്ക ഉണക്കി, ജാതിക്കയുടെ കുരു ഉണങ്ങി പൊടിച്ചതിൻ്റെ ഒരു പിഞ്ച്, ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂൺ എടുത്താൽ മതി. അത് 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി പറ്റിക്കുക. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. ഞാൻ പറയുന്ന എല്ലാ ഡ്രിങ്ക്സും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും അവരുടെ ഫാസ്റ്റിംഗ് ആഴ്സിലും കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് ആണ് പറയുന്നത്. 0 കലോറി ഡ്രിങ്ക്സ് ആണ് എല്ലാം. ഓക്കെ, അപ്പോൾ ഈ ജാതിക്കായുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിത് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ആകും. മെറ്റബോളിസം ബൂസ്റ്റ് ആകുന്നതിനോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും, നമുക്ക് അതിനെ വെയിറ്റ് ലോസിനെ വളരെയധികം സഹായിക്കും നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ. അതുപോലെ നമ്മുടെ ഡൈജഷനൊക്കെ പ്രോപ്പർ ആകും. വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, എന്തെങ്കിലും കോൺസ്റ്റിപ്പേഷൻ, വയറുവേദന, ബ്ലോട്ടിങ്, അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ കണ്ടുവന്നിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ ജാതിക്കായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നമ്മളെ സഹായിക്കും. രണ്ടാമത്തേത് കൊറിയാണ്ടർ സീഡ് വാട്ടർ, അതായത് നമ്മുടെ മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം. അതും ഇതുപോലെ തന്നെ നമ്മുടെ വയറിനുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കും നമ്മുടെ ഫാറ്റ് കുറയുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന സാധനമാണ് മല്ലി. അത് നമ്മുടെ ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കുകയും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് നെഞ്ചെരിച്ചിൽ, പൊളിച്ചു തികട്ടൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ മാറുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് മല്ലി. ഇതും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലി എടുത്തിട്ട് 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി പറ്റിച്ച് വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. ഈ പറയുന്ന എല്ലാ ഡ്രിങ്ക്സും ഇതേ മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. സോ എല്ലാത്തിനകത്തും ഇങ്ങനെ പറയണമെന്നില്ലല്ലോ, സമയം കൂടുതലായിട്ട് എടുക്കത്തില്ലേ. 1.5 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി പറ്റിച്ചിട്ട് കുടിക്കാവുന്നതാണ്. ഇനി പറയുന്ന 8 ഡ്രിങ്ക്സും ഇങ്ങനെ തന്നെയാണ് കുടിക്കേണ്ടത്. ഇനി അടുത്തത് ക്യുമിൻ സീഡ് വാട്ടർ, അതായത് നമ്മുടെ ചെറിയ ജീരകം എന്തിനൊക്കെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആകാൻ സഹായിക്കും, നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും, നമുക്ക് ക്യാൻസറിനുള്ള റിസ്ക് കുറയ്ക്കും, അതുപോലെ അനീമിയ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് ഇത് കുടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാനും അസിഡിറ്റി കുറയ്ക്കാനും ജീരകവെള്ളം സഹായിക്കും. ഇനി അടുത്തത് സിനമൺ വാട്ടർ, അതായത് നമ്മുടെ കറുവാപ്പട്ട. അത് നമ്മൾ ഒന്ന് പൊടിച്ച് വെച്ചാൽ മതി, എന്നിട്ട് 1 ടീസ്പൂൺ എടുത്താൽ മതിയെ. ഈ കഷ്ണമായിട്ട് കിട്ടുന്നതിനൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിടുന്നതായിരിക്കും അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്നുകൂടെ റിലീസ് ചെയ്യാൻ എളുപ്പം. അപ്പം ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതിന് വേണ്ടി, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക്, PCOD പോലെയുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഷുഗർ ഉള്ള, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നല്ലതാണ്. നമ്മുടെ ഹാർട്ട് ഡിസീസസിൻ്റെയൊക്കെ റിസ്ക് കുറയ്ക്കുന്ന സാധനമാണ്. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും, നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കും, മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും. എല്ലാത്തിനും നമ്മുടെ സിനമൺ വാട്ടർ വളരെ നല്ലതാണ്. ഇനി അടുത്തത് പെരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം, അതായത് ഫെനൽ വാട്ടർ. ഇത് നമുക്ക് ഇൻഡൈജഷനൊക്കെ ഉള്ള ആൾക്കാർക്ക്, അതുപോലെ അബ്ഡോമിനൽ ബ്ലോട്ടിംഗ് ഉള്ള ആൾക്കാർക്ക്, ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് ഒക്കെ വളരെ നല്ല സാധനമാണ് പെരിഞ്ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്. അതുപോലെ തന്നെ പെരിഞ്ജീരകം കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർക്കും ഇൻഡൈജഷൻ ഉള്ള ആൾക്കാർക്കും വളരെയധികം നല്ല റിസൾട്ട് കൊടുക്കാറുണ്ട്. ഇനി അടുത്തത് ജിഞ്ചർ വാട്ടർ, നമ്മൾ ഇഞ്ചി നല്ലതായിട്ട് ചതച്ചെടുത്ത് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും, ഡൈജഷൻ പ്രോസസ്സൊക്കെ ഇച്ചിരിയും കൂടെ നല്ലതാക്കും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ, അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ, അതുപോലെ തന്നെ BP കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒക്കെ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്ന സാധനമാണ് ഇഞ്ചി. അതുപോലെ നമ്മുടെ ഡൈജഷൻ എല്ലാം പ്രോപ്പർ ആകുന്നതുകൊണ്ട് തന്നെ ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, വയറിന് ബ്ലോട്ടിംഗ് ഒന്നും ഉണ്ടാകത്തില്ല, വയറുവേദനയൊന്നും ഉണ്ടാകത്തില്ല, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ആൾക്കാരെ സഹായിക്കാൻ ഈ ഇഞ്ചി വെള്ളത്തിന് സാധിക്കും.
ഇനി അടുത്തത് കട്ടൻ കാപ്പി. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഉള്ള കോഫി ബീൻസിൽ നിന്ന് കിട്ടുന്ന കാപ്പിപ്പൊടി ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. അതിനകത്ത് മധുരമിടാതെ വേണം കുടിക്കാൻ, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇത് ആൻറ്റി ഡിപ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മെറ്റബോളിസം നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന സാധനമാണ് കട്ടൻ കാപ്പി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലിവർ ഫ്രണ്ട്ലി ആണ്, ലിവറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കട്ടൻ കാപ്പി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഡെയിലി കുറേ അളവിൽ കുടിച്ച് ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ കുടിക്കണമെന്നല്ല കേട്ടോ പറയുന്നത്. ഇനി അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം, അല്ലെങ്കിൽ ഗോൾഡൻ ടീ എന്ന് പറയും. ഇതിനകത്ത് ഇത് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുപോലെ തന്നെ ആൻറ്റി അലർജിക് ആണ്. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസിനെയൊക്കെ വെളിയിലേക്ക് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കും നമ്മൾ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം എപ്പോഴെങ്കിലും കുടിക്കുന്നത് കൊണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്, സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയൊക്കെ ഉള്ളൊരു സാധനമാണ് ടർമറിക് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫെനുഗ്രീക്ക് വാട്ടർ, അതായത് ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഒബീസിറ്റി ആണ്. നമുക്ക് നീർക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് നമ്മുടെ ഡൈജഷൻ ഒന്ന് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്ന സാധനമാണ് ഉലുവ. അപ്പോൾ ഉലുവായും നമുക്ക് തിളപ്പിച്ച് കുടിക്കുന്നത് വെയിറ്റ് ലോസിനെ സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഡ്രിങ്ക്സ് എല്ലാം ആഴ്ചയിൽ ഓരോ ദിവസം വെച്ച് ഓരോന്നായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി നോക്കൂ, നിങ്ങൾക്ക് മാജിക്കൽ റിസൾട്ട് കിട്ടുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാം തന്നെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതായതുകൊണ്ട് 0 കലോറി ഡ്രിങ്ക്സ് ആണെല്ലാം. സോ നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് വിശപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ഇത് കുടിച്ച് നോക്കാവുന്നതാണ്. ചില ആൾക്കാർക്ക് രാവിലെ എഴുന്നേറ്റ് ഇത്ര സമയത്തേന് വിശന്നിരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.